കൊതിപ്പിച്ചിട്ട് കടന്നളയുന്നു. നമ്മളിപ്പോ കൊടുക്കുന്ന ഇറച്ചിയാ, ബീഫ് കൊടുക്കാൻ പോണേ. കള്ളൻ ഫുഡ് കിട്ടിയ അപ്പം. ആനമയിൽ ഒട്ടകമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലേ നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷി മൃഗാദികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ അങ്ങോട്ട് കയറിത്തല്ല. ഹലോ, നമസ്കാരമുണ്ട്. പേരെന്താ? അനസ്. എന്റെ നടത്തിപ്പേരാണാ? നീ മാത്രമാണ് നടത്തുന്നത്? ചേട്ടനുണ്ട്. പുള്ളിയുടെ പേരെന്താ? ഷാഹിദ്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഒന്നുമില്ല. ഞങ്ങളാർന്ന് ഇവിടെ ഇല്ലാത്ത. ഞങ്ങളും വന്നിട്ടുണ്ട്. സ്ഥലം എവിടെയാ? തിരുവനന്തപുരം ബാലരാപുരം പള്ളിച്ചൽ നിയർ ഇന്ത്യൻ പമ്പിന്റെ അടുത്ത. അതായത് തിരുവനന്തപുരം സൂ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഇവിടെ കാര്യങ്ങൾ കാണാല. നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ വലിയ കാളേനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാളേനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ കാളെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഒക്കെ പിടിക്കുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല. ഇതിവിടെ നിൽക്കുന്ന സംഭവം കേട്ടാ. ഇത് ഏതിനം? ഇത് ഓങ്കോൾ, ആന്ധ്ര. പ്രത്യേകത ഒന്ന് പറഞ്ഞേ. ഇത് നല്ല വെയിറ്റ് ചുമക്കുക. പണ്ട് കാലങ്ങളിൽ ഈ ക്രെയിനൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ കല്ലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലായിരുന്നു. ഇപ്പോഴും ഇവിടെ മത്സരം നടക്കുന്നുണ്ട്. ഓങ്കോളിൽ ഇപ്പോഴും ഈ കല്ല് ചുമക്കുന്ന മത്സരം നടക്കുന്നുണ്ട്. ഈ ഓങ്കോൾ എന്ന് വെച്ചാൽ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അറിയാവുന്നവർക്ക് അറിയാം. ഓങ്കോൾ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. എവിടെ? ആന്ധ്രയിലുള്ള കാള. ഇതിനകത്തുണ്ടല്ല ആരതിനകത്ത് വില്ലൻ. അതായിരിക്കും അനസ് നിലവിൽ പിടിച്ചോണ്ടിരിക്കണാരുടെ ഇപ്പൊ രണ്ടുപേരും അടങ്ങിക്ക. നിലവിൽ വില്ലൻ ആരാ? ഷാഹിദ് പിടിച്ചേക്കണ ആളാണ് വില്ലൻ. ഇതിലേറ്റവും കൂടുതൽ പ്രായം ആർക്കാ? അവനാണല്ല കൂടുതൽ പ്രായം. ഇതെങ്ങനെയാ നമ്മള് നിങ്ങളിപ്പോ പിടിച്ചേക്കണ ഞാൻ അടുത്ത് പോകാം. അല്ലാതെ പോയാൽ പോരും. ചിരി പ്രശ്നക്കാരനാട്ടാ. കുഴപ്പമില്ല. ഇവനെ വച്ചിട്ടാണ് ഈ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് വർഷങ്ങൾക്ക് മുന്നേ വലിയ വലിയ കൊട്ടാരവും ബിൽഡിങ്ങും സ്തൂപങ്ങളൊക്കെ വലിയ കല്ലുകളൊക്കെ കയറ്റിക്കൊണ്ടുപോയി പണിതത്. അത്രക്കും വെയിറ്റ് പിടിക്കുന്ന രണ്ട് വില്ലന്മാരാണ് ഇവന്മാര്. ഇപ്പൊ ഇന്ന് ഇവന്മാര് കാഴ്ചക്കാരാണ് അല്ലേ? ഇതൊരു സൈസ് കാണിച്ചു തരാട്ടെ. നമ്മൾ വെറുതെ പറയുന്ന എല്ലാ കാര്യം. ഓക്കെ, നമ്മൾ ഏകദേശം ഇത്ര എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 1 മീറ്ററാണ്. ഞാൻ നോക്കി 1 മീറ്റർ, 2 മീറ്റർ, ഏകദേശം 2.5 മീറ്റർ നീളം. ഹൈറ്റ് അതെ. എന്റെ ഹൈറ്റും കാളയുടെ ഹൈറ്റും ഒക്കെ അടിപൊളി പൂഞ്ഞാട്ടാ. അടിപൊളി സെറ്റ്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ലാത്ത 2 വെറൈറ്റി ഐറ്റംസിനെ നമ്മളിവിടെ കണ്ട്. ഇതെന്താ സംഭവം? ഇത് ഫെരറ്റ് എന്ന് പറയും. ഇതെന്തോ കീരിയല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ കീരിയാണ്? അല്ലല്ല, ബ്രസീലിയൻ കീരിയാണ്. കടിക്കുമോ? ഇല്ലല്ല, ഒരു കുഴപ്പമില്ല. സാധാരണ വലിയ വലിയ പാമ്പിനെ വരെ അറ്റാക്ക് ചെയ്ത് മറിച്ചു. സാധാരണ ഇതിലുള്ളതെല്ലാം ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡാ. പക്ഷെ ഇത് ഫുള്ളി ടേംഡാ. ഇത് ശരിക്കും ഈ കളറാണ്? ഈ കളറാണ്? അല്ലല്ല, പല കളറുണ്ട്. ഇത് വൈറ്റ് ആണ്. അത് പയ്യെ ഇത് ഫുൾ അണങ്ങിയതാ. പിടിക്കാല്ലേ? വായിക്കാത്ത വെച്ചു കൊടുക്കാം. കടിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ഫുഡ് കൊടുക്കണതിന്? ഞങ്ങളിതിന് മീറ്റ് താഴെ വെച്ചോ. കിട്ടിയ അതിനെ എടുത്താൽ നേരെ കൂട്ടിനകത്ത് പോകും. ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നേരെ കൊണ്ട് കൂട്ടി കയറും. അത് കൊണ്ട് ഫുഡ് അടിച്ച് അവിടെ നിന്ന് 20 മണിക്കൂർ ഉറങ്ങും. 20 മണിക്കൂർ ഉറങ്ങും. ആകെ 24 മണിക്കൂർ. 4 മണിക്കൂർ പുള്ളി ഡ്യൂട്ടി ഉള്ളൂ. ഭാഗ്യവാനാ. ഇതെന്താ സംഭവം? അത് പോക്കറ്റ് മങ്കി, മർമ്മ സെറ്റ്. പോക്കറ്റ് മങ്കി അടിപൊളി. ഇവനാളെങ്ങനെയാ? അടിപൊളിയാ. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എത്ര ആളെ? ഇതൊക്കെ വന്നിട്ട് ഏകദേശം ഒരു 7 മാസം 8 മാസം. ഇത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ കണ്ടിട്ടില്ല. ഇതാണ് ഇങ്ങനെ വന്നെടുത്ത മതി. ഓക്കെ, ഇത് നമ്മുടെ അടുത്തേക്ക് വരുവാ. ഇത് കയ്യിൽ നമുക്ക് ഫീഡ് കൊടുത്ത്. ഫീഡ് എന്ത് ഫീഡായിട്ട് കൊടുക്കണ? ഇതിന് മീറ്റൊക്കെ കഴിക്കും. മീറ്റ് കഴിക്കും. എല്ലാവർക്കും മീറ്റ് ഇവിടെ റെഡിയാട്ടാ. ഫീഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. രാവിലെ ഫീഡ് ചെയ്ത് ഫീഡ് എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ആശാൻ അങ്ങനെ നിൽക്കുന്ന വേണ്ട. കാലത്ത് തന്നെയൊക്കെ ആയിരുന്നെങ്കിൽ ആള് തകർത്തേന. ഇതുണ്ടോ ഈ വാംസ് ഉണ്ടോ? മീൽ വാംസ്. ഇനിയല്ല, ഇത് നമ്മളിപ്പോ മീറ്റ് കൊടുത്തു. മീറ്റ് അല്ല പിന്നെ എന്തോ നമ്മൾ കൂടുതൽ കഴിക്കണം. ഇവന് നമുക്ക് സർലാക്ക്, ഫ്രൂട്ട്സ്, പഴമൊക്കെ ഇത് കൊണ്ട് നമ്മുടെ സൂര്യകാന്തിയുടെ വിത്തൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെ കഴിക്കും. ശരിക്കും ഫുഡ് അടിച്ചോളൂ. ഇവനും ഈ താഴത്ത് കണ്ട ഈ നമ്മുടെ ഈ അതിഥിന്റെ
20 മണിക്കൂർ ഉറങ്ങണ ആള് അവന് ഇവനൊക്കെ ഒരേ ഡ്യൂട്ടിയുള്ള ആൾക്കാരാണ്. ഏകദേശം ഇത് എന്താണ് പുഴുവുള്ളത്? അതെ, ഈ പുഴു ഇത് കണ്ടതോ ഓടി വന്നേക്ക. ഇവന്മാരെ സ്പെഷ്യൽ ഫുഡാണ് അതൊക്കെ. ഇത് സ്പെഷ്യൽ. ഇത് ശരിക്കും അങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇത് ഇതേപോലെ അറ്റാക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇത് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ സെമി ടാംഡ് ആണ്, നമ്മൾ ടാംഡ് ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ട് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ, തീർച്ചയായിട്ടും കാണാം. അടിപൊളി. പോരെ മുതലേനെ കണ്ടിട്ടുണ്ടോ? മുതലേനെ കണ്ടിട്ടുണ്ട്. മുതലേനെ കയ്യിലെടുത്തിട്ടുണ്ടോ? ഇല്ല. അന്ന് നമ്മളിന്ന് എടുക്കാമാണ്. നല്ല ഒന്നാന്തരം മുതല ഇതേ കിടക്കണണ്ട. നമ്മളിത് എടുക്കാമാണ്. ഇത് കടിക്കണേണാ ഒന്നും ചെയ്യത്തില്ല. ഇത് മുതലല്ലത്, ടെഗു അർജന്റീന ഉടുമ്പ് വർഗത്തിലുള്ളതാണ്. അർജന്റീന ടൈപ്പ്. ഇവിടുത്തെ ഉടുമ്പിന്റെ വ്യത്യാസമുണ്ട്. വ്യത്യാസം. അതെന്താ വ്യത്യാസം? അവരുടെ ബ്രീഡിലുള്ളതാണ്. ഇത് പിടിച്ചാ വിടൂല, ഒന്നും പിടിച്ചാ വിടൂല. ഇന്ന് അടുത്ത് കാണിക്കും മച്ചാനെ. നാക്ക് നീട്ടിട്ട് വന്നത്, നമ്മുടെ നാക്ക് നീട്ടുന്നത് അടുത്തേക്ക് വന്ന് നോക്കി. പേടിയാവുണ്ടല്ലേ? ഇങ്ങനെയല്ലേ പിടിക്കണ്ടേ? ഇത് പിടിച്ചാ വിടൂല. ആ ഉടുമ്പ് തന്നെയല്ലേ ഇത്? പക്ഷെ ആ സ്വഭാവക്കാരനല്ല, വേറെ സ്വഭാവം. ഇതിനെ തീറ്റ കൊടുക്കാമാണ് നമ്മൾ. തീറ്റ കൊടുക്കാം. ഇതാണ് ഇതിന്റെ തീറ്റ. തീറ്റ കണ്ടാ ഇവന് അപ്പൊ ഓടി വരും. ഇതെന്താ അർജന്റീനയുടെ ജെയ്സിയാണ് ഇടിച്ചേടാ. നമ്മുടെ ഇവിടുത്തെ ആദ്യം തീറ്റ കൊടുക്കാം. തീറ്റ കണ്ടവന് ഓടി വരും. കൊടുക്കുന്നുണ്ടോ? തീറ്റ കൊടുക്കുന്നുണ്ടോ? കൊടുത്തോ. അങ്ങനെ തന്നെ തിന്നുന്ന പറഞ്ഞിട്ട്. ഇത് ജീവനുള്ള അല്ലേ? അതെ, ജീവനുള്ള. കണ്ടപ്പോ ഓടി സ്പീഡിലോടി വരും. അവനടുത്ത് കച്ച് ചെയ്തോളും, പേടിക്കണ്ട. കണ്ടോ, കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്നു. ഇതാണ് ഇതിന്റെ ഭക്ഷണം. അതെ. വേറെന്തൊക്കെ ഭക്ഷണം? ഇറച്ചി, മുട്ട. ഇത് നമ്മൾ സാധാരണ ജീവനുള്ള കോഴി അങ്ങനെയുള്ള ചെറിയ കുഞ്ഞ് കോഴിയൊക്കെ. ചിക്സ് ഐറ്റംസ്. എന്തിന്റെ കുഞ്ഞ്? അങ്ങനെയൊക്കെ കൊടുക്കും. അത് പിടിച്ചു അല്ലേ? ഇത് നമ്മുടെ സാധാരണ ഉടുമ്പ് തന്നെയാണ്. ഇത് ആഫ്രിക്കനാ. എവിടെ? അർജന്റീന. അങ്ങനെ പിടച്ചുള്ള കയ്യിലിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഉടുമ്പിനെ ശരിക്കും നമുക്ക് വളർത്താൻ പാടില്ല. അല്ല, വളർത്തിക്കൂടാ. വേറെ രാജ്യത്തെ ഇത് മൃഗങ്ങളാണ്. ഇന്ത്യൻ സ്പീഷീസ് ഒന്നും ഇവിടെ വളർത്തിക്കൂടാ. എന്ത് ഇന്ത്യൻ സ്പീഷീസ് ഒന്നും വളർത്തി? അപ്പൊ നമുക്കൊരു സിംഹത്തിനെ പുറത്തു അതൊന്നും പറ്റത്തില്ല. പറ്റില്ലല്ലേ? ഇങ്ങനത്തെ ആഗ്രഹമുണ്ട്. ഇത് നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇനി ഇല്ല, തരത്തില്ല. കായല് ഒന്ന് വച്ചു കൊടുത്തേ, ഒന്ന് വാങ്ങിച്ചു നോക്കിയ കയ്യില്. ഇല്ല, വരത്തില്ല. ഉടുമ്പ് പിടിച്ചാ പിടിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയല്ല. അതാണ് ഉടുമ്പ് പിടിച്ചാൽ വിടൂലെന്ന് കേട്ടിട്ടില്ലേ? അത് കഴിഞ്ഞു. ഇനി ഇത് ഫുഡ് അടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമൊക്കെ ചെയ്യുള്ളൂ. ഇത് ഒരു ദിവസം എത്ര എണ്ണത്തിന് കൊടുക്കണത്? ഇത് 3-4 എടുക്കും. ഇതിന്റെ വിശ്രമം എങ്ങനെയാ? ഇത് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ റെസ്റ്റ് ആണ് അല്ലേ? സാധനം മൊത്തം അങ്ങനെ 2 ദിവസത്തേക്ക് ഫുഡില്ല. എത്ര ദിവസത്തേക്ക്? ഒരു 3 ദിവസത്തേക്ക് പിന്നെ കഴിക്കില്ല. 2-3 എണ്ണം കഴിക്കും. ഡൈജഷൻ ആക്കിയിട്ടാണ് ഇതിന്റെ ഫീഡിങ്. ഇനി തീക്കളിയാണ്ട മോനെ കാണിക്കാൻ പോണ. സംഭവം എന്താ? തീ തുപ്പുന്ന ഡ്രാഗൺ. പണ്ട് ബാലരാമനെ വായിച്ചിട്ടുണ്ടോ? കഥയില് വായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇത് തീ തുപ്പുന്നൊക്കെയാണ് പറയുന്നത്. ഒറിജിനലായിട്ട് അങ്ങനെ അല്ല. ഇതെന്താ സാധനം? ഇതിന്റെ ചെകളയാ. ഈ സാധനമൊക്കെ വലുതാവും. ദേഷ്യം വരുമ്പോ, അഗ്രഷൻ വരുമ്പോ വലുതാവും. ദേഷ്യമാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ നടക്കോ? ദേഷ്യം ഉണ്ടാവോ? ദേഷ്യം വരത്തില്ല. പാവമാണ്. ഇതിന്റെ ഫുഡ് എന്താ? മേൽമാംസം കയ്യിൽ വെച്ചോളൂ. ആര് നോക്കണവൻ? രാവിലെ കഴിച്ച് വയറ് ഫുള്ളാ. ഓൾറെഡി ഫുഡ് കൊടുത്തിരിക്കുന്ന ടൈമാണല്ലേ? മനുഷ്യനായാലും മൃഗാണെങ്കിലും എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല. പക്ഷെ ഫുഡ് കൊടുത്ത് വയറ് അറിഞ്ഞാണ്ടില്ല, പിന്നെ തൃപ്തിയാണ് അത് ദഹിക്കണ വരെ. അപ്പൊ ആൾ ഓൾറെഡി കഴിച്ചേക്കാം. ഇത്ര ഫുഡ് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ല. അവൻ കാലത്ത് നിങ്ങൾ ഒരുപാട് ഫുഡ് കൊടുത്തില്ലേ? 2 കാലിലുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല രസമുണ്ട് അവന്റെ ഓട്ടം കാണാൻ. ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഒരു മങ്കി ഉണ്ട്. ഇതല്ലേ സംഭവം? പേരെന്ന് പറഞ്ഞേ സിംബ. പുറത്തേക്ക് വരുവാ.
ഇത് എവിടുത്തെ ആള്? ഇത് ആമസോൺ, സൗത്ത് ആമസോണിലുള്ള ബ്രസീലിയൻ ആമസോൺ കാടുകളിൽ പിടിച്ചോണ്ട് വന്നാണ്. കുറെ ദിവസം നീ ഇവിടെ ഉണ്ടായില്ല, ഇതിനെ പിടിക്കാൻ പോയതാ. ഓക്കെ, ഞാൻ തുറന്നോട്ടാ. രാജ്യം വിട്ടു പോകോ? അകത്തേക്ക്. ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരാ? വന്നോളൂ. സിംബാ നേരത്തെ ഫീഡ് ചെയ്ത് വയർ ഫുള്ളാണ്, അതാണ് പുറത്തിറങ്ങാത്തത്. നമ്മൾ വന്നപ്പോ അതിക്ക് മുന്നേ ഇവർക്കൊക്കെ ആഹാരം കൊടുത്ത് അത്യാവശ്യം വയർ ഫുള്ളാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞോട്ട് പുറത്തേക്കൊന്നും വരാത്ത. കടിക്കൂടാ, ഒന്നും ചെയ്തില്ല, മാന്തൂല. സാധാരണ നമ്മുടെ നല്ല മങ്കി മാന്തി എടുക്കൂല. അതെ സുന്ദരൻ. വന്നേടാ, വാ. കപ്പലണ്ടി കഴിക്കോ? ഒരു സാധനം തരാം. ഹലോ, മേടിച്ചെടുത്ത് കപ്പലണ്ടിക്കാണ് സ്പെഷ്യല്. അവന്റെ സ്പെഷ്യലാണ്, സെർലാക്ക് കൊടുത്തു. ഓൾറെഡി വയറ് ഫുള്ളാണ്, രാവിലെ കൊടുത്ത വയറ് ഫുള്ളാണ്. ഓക്കെ, പിന്നെ ഇതെന്താ സംഭവം? ഇത് മീർക്കാറ്റാണ്. മീർക്കാറ്റ് ഇത് തുറന്ന പോകൂലേ? തുറന്ന പോകും, ടേംഡ് അല്ല. ഇത് വന്നിട്ട് കുറച്ചാളായിട്ടുള്ളൂ. ആഹാരം കൊടുക്കണ ഇതിന് ഇറച്ചിയാണ് ഇതിന്റെ മെയിൻ. നമ്മൾ കൈയൊക്കെ വെച്ചോടുത്ത് അറ്റാക്ക് ചെയ്യുക. അതെ, അവൻ ചെറിയ പ്രശ്നക്കാരനാണ്. മാന്തുന്നുണ്ട്. അതെ അതെ, നമുക്ക് അതുകൊണ്ട് അധികം കൈയും കാര്യങ്ങളൊന്നും വെച്ചു കൊടുക്കണ്ട. ഇതെന്തോ? അത് നമ്മുടെ ബേർഡാണ്, മിട്ടു എന്നാണ് പേര്. എങ്ങനെയുണ്ട് ആള്? ഡാൻസ് കളി, പാട്ട്, ഇതൊക്കെ ഉള്ള ആളാണ്. എല്ലാം പാടും. കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഓവർ ആക്റ്റീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്. നമ്മളൊക്കെ ഏജ് ഓവറായി, നമ്മളെ ഏജ് ഓവറായി. അല്ലെങ്കിൽ അവൻ തകർത്തേനെ. അതെ അതെ. പുറത്തേക്ക് വരുന്നുണ്ടാ? ഒരുപാട് പേർക്ക് കാണാൻ വേണ്ടിട്ട് അവിടെ വന്നേ. അതെ, പുറത്തേക്ക് വന്നേ. നല്ല അനുസരണയുണ്ട്. വിളിച്ചോടഞ്ഞ ഈ പൂവൊക്കെ പൊങ്ങി വന്നതാണോ പുറത്തുള്ളത്? പൂവൊക്കെ മുകളിലേക്ക് വന്നിട്ട് ഇതെന്താ പാട്ട് പാടാ, വർത്താനം പറയാ, എന്താ സംഭവം? എല്ലാം കളിക്കും. ഭയങ്കര ആക്ഷനാണ് ആളല്ലേ? കുടിക്കാറ് മിട്ടു, കുടിക്കാറ് അനുസരണ ഉണ്ടല്ലേ? ആള് സംഭവം അവന്റെ ജോലി കഴിഞ്ഞ ആള് അകത്ത് കയറിയില്ലേ? ഇത് മക്കാവല്ലേ? ഇവനെങ്ങനെയാ? ഫുള്ളി ടേംഡാണ്. നമ്മളെ കൂട്ടത്തില് ഏറ്റവും പാവം. പുറത്തേക്ക് വരുവാ? പിന്നെന്താ, പുറത്തേക്ക് വന്നേ, കുറച്ച് പേർക്കൊന്ന് കാണാൻ എന്റെ സംഭവം. വന്നേ, വാ വാ വാ. എല്ലാം കൊറേ പേര് ഫുഡ് അടിച്ച് കഴിഞ്ഞു, കൊറേ പേര് ഫുഡിലാണ്. എന്തെങ്കിലും പ്രശ്നക്കാരനാണ്? ഒരു പ്രശ്നക്കാരനല്ല. കടതേ നല്ല അനുസരണയുള്ള വാവയാണ് അല്ലേ? എന്താ മിട്ടുവാ? ലക്കി. ഞാൻ ഇത് കൊടുത്തോട്ടാ, കപ്പലണ്ടി കണ്ടാ കഴിച്ചോടാ. കഴിച്ചോ. കപ്പലണ്ടിയൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നത് 2 വെറൈറ്റി ആയിട്ടുള്ള ആടുകളാ. ഈ ആടാ, ഈ ചെമ്മരിയാടാണ്. നമ്മളത് ഡ്രം ചെയ്ത് ഒട്ടിക്കാം. ഇതിന്റെ രോമങ്ങളൊക്കെ എന്ത് ഡ്രം ചെയ്തിട്ട് നീ ഇപ്പൊ നിലവിൽ പൊതച്ച് കിടക്കണത് അതിന്റെ രോമത്തിലാണാ? ഇനി എത്ര ആളാ അവിടെ വരാൻ? പിന്നെ ഒരു 3 മാസം അടുപ്പിച്ചോ. 3 മാസം. ഇതിന്റെ വൈറ്റ് ആണ് സംഭവം. ഇതിന്റെ വാല് എന്ത് സിംഹത്തിന്റെ തൊട്ട് വാല് നമ്മൾ ഷേപ്പിലേക്ക് കൊണ്ടുവന്നാണ്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്, സ്പെഷ്യല്. എന്താ പേര്? ചിന്ന. ഇതിന്റെ ശരിക്കും ഇത് ഏതാ ബ്രീഡ്? ബാർബാറി. ഇത് കുത്തോടാ? ഒന്നും ചെയ്യില്ല. നല്ല വില്ലനാ. ഷേക്കാൻ്റെ തരും. അതെ കേട്ടാ. ഇതേപോലെ അനുസരണമുള്ള എവിടെ ഉണ്ട് ഇങ്ങനത്തെ ആടുകള്? കൊലിസ കണ്ട, കൊലിസ് സ്വർണ്ണ കൊലിസായിട്ട് ഇത് ഈ കൈയാണ്. ഇത് കുലിസൊക്കെ ഇട്ട് മണിയൊക്കെ കെട്ടി കിങ്ങിണിയൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടാ. ഷെയ്ക്കാൻ്റെ തന്നുകൊണ്ടേ ഇരിക്കാം. വന്ന് വാ കണ്ടാ. നമ്മുടെ ഇതിന്റെ പേര് എന്താ? അവന് പേരിട്ടിട്ടില്ല, ചെമ്മരിയാട് തന്നെയാണ് വിളിക്കുന്നത്. ചെമ്മരിയാട് തന്നെയാണല്ലേ? ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉണ്ട്. മട്ടൻ ബിരിയാണി കഴിക്കും, ചിക്കൻ ബിരിയാണി കഴിക്കും. അതെ, മട്ടൻ ബിരിയാണി ഫേവറേറ്റ്. മട്ടൻ ബിരിയാണി കഴിക്കും എന്നാണ് പറയുന്നത്. അതെ അതെ. ഇപ്പൊ ഇവിടെ ഉള്ള ഗസ്റ്റുകളെല്ലാം സ്പെഷ്യലാണ് അല്ലേ? അടിപൊളി. നല്ലൊരു ബ്രിഡ്ജ്, അടിപൊളി ഒരു കുളം. ഇങ്ങോട്ട് നോക്കിയേ, അതിലും സെറ്റപ്പാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റണ അടിപൊളി. ഇത് എന്ത് മീനാ? കോഴിക്കാർ. ഇതെന്താ തീറ്റയാണോ? ഞാൻ തീറ്റ കൊടുത്താ തിന്നുവോ? പിന്നെന്താ, ഞാൻ കൊടുത്തോട്ടെ. വെറുതെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താ മതിയാ? ഓക്കെ. എന്നിട്ടാ തീറ്റ ഉണ്ടെന്ന് അറിയണം. വരുന്നുണ്ടല്ല? എല്ലാം വരും.
ഇതിങ്ങനെ കാണിച്ചാലേ വന്നത്. ദേ ആ തീറ്റ അവിടെ ചെന്ന് അതാണ് അങ്ങോട്ട് ചെറിയൊരു ഏവേറി സെറ്റപ്പാ. ഇതിനകത്ത് മൊത്തം കിളികളാണല്ല. അതെ, കിളികളുണ്ട്. ഏ പ്രാവിനെ വളർത്തണ്ട. പ്രാവ് ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതെന്താ ആനയുടെ എത്രോളം മുതല്? ഇതിന്റെ ഒരുപാട് രോമമുള്ളതിന് പുറത്തേക്ക് വരുന്നത്. പിന്നെന്ത് വേറെ ആള് വിരുന്നുകാരും കൂടെ വന്നിട്ടല്ലേ ഇതിനകത്തേക്ക്. ഇത് ഏതാ സംഭവം? അങ്കോർ റാമോയിൽ എന്ന് പറഞ്ഞു. കണ്ണൊന്നും കാണാൻ പറ്റില്ല. എവിടെ ഒന്നും കാണത്തില്ല. ഓക്കെ, അടിപൊളി. രണ്ടെണ്ണം. മെയിലും ഫീമെയിലാണ്? മെയിൽ ഫീമെയിലാണ്. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കൂടൊക്കെ സെറ്റ് ചെയ്തേക്കാം. താഴത്തെ അഴുക്കാവും. ഓക്കെ, പിന്നെന്താ ഇത് പെസന്റ് അല്ലേ ഇത്? അതെ, അത് ഫെസലിന്റെ ഫീമെയിലും ഫീമെയിൽസ് ആണ്. ഇത് ഫീമെയിൽസ് ആണ്. ഫീമെയിൽ. ഇത് മെയിൽ. ഇത് മെയില്. ഇത് കളർ രണ്ടും മെയിലാണ്. ഗോൾഡൻ പെസന്റും റെഡും മെയിലാണ്. ആ കളർ ഇല്ലാത്തത് കളറില്ലാത്ത ഫീമെയിലാണ്. ഫീമെയിലാണ്. ഒരു പെയറാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഈ മുകളിലൊക്കെ തൂങ്ങി കിടക്കണ്ടില്ല. സൺകണൂറുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ ഒരുപാട് കുരുപോലത്തെ പ്രാവാണ്. അത് പ്രാവിന്റെ ചെറിയൊരു മിനിയേച്ചർ. അത് കിളിയാണ്. പ്രാവിന്റെ മിനിയേച്ചർ ആണല്ലേ. ഇത് അവരൊരു ലോകാണ് അല്ലേ? അതെ, അത്യാവശ്യം ഫ്രീ ആണ്. കിളികളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമുക്ക് ഇനി വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ. നമ്മൾ ഒട്ടക പക്ഷീനെ കാണിക്കാൻ പോണ്. ഒട്ടപക്ഷിയാണ് അത്. പക്ഷെ അതുപോലെ തന്നെ ഇരിക്കണ്ടില്ല. അത് കയറാമാ? കേറാല്ല. നീ വാ. ഞാൻ ചിലപ്പോ ബാലൻസ് വെച്ചേക്കൂല അല്ലേ? എടാ, ഇതിന്റെ ഒക്കെ തീറ്റ എന്താ ശരിക്കും പറയാ? ഇത് ഗ്രോവറാണ്. നമ്മളെ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയാണ്. കോഴിക്കാ കൊടുക്കാൻ പറ്റില്ലേ, ചിക്സിനെ കൊടുക്കുന്നില്ല. സ്പെഷ്യൽ ഫുഡാണ്. ഇത് മെയിലും ഫീമെയിലാ? മെയിലും ഫീമെയിൽ പെയറാണ്. ഇത് വലുതാണോ ചെറുതാണോ? ഇത് ചെറുതാണ്. ഒരു 7 മാസം 6 മാസം ഗ്യാപ്പ് പ്രായമുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാളാണ്. അതുപോലെ തന്നെ വന്നവർക്ക് ഇത് കാണിച്ചു കൊടുക്കുക. ധൈര്യമായിട്ട് കാണിച്ചു. അടുത്ത് നിന്ന് കാണാം, തൊട്ട് നോക്കാം, ഒന്നും ചെയ്തില്ല. സാധാരണ നമ്മൾ പെറ്റ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രില്ലിന്റെ അപ്പുറം നിന്നിട്ട് നമുക്ക് കാണാനേ പറ്റുള്ളൂ. തൊട്ടടുത്ത് വന്നിരുന്നത് ഇങ്ങനെ തൊട്ട് നോക്കാം. തീറ്റയും കൊടുക്കാൻ പാടില്ല. പിന്നെന്താ, ഫീഡിനും ചെയ്യാം. ഇത്രയൊക്കെ സൗകര്യം നിങ്ങൾ ഏർപ്പെടുത്തിയേക്കാട്ടാ. അതെ.